അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തദ്കിറ. ബഹുമാനികളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച ഡിസംബർ 25 പുതിയ വർഷമാണ്. ഒരു 10,000 റുപ്യ 1,000 റുപ്യ കുറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏക്കറിൽ നിന്ന് ഒരു 10 സെന്റ് കുറയുമ്പോൾ നമുക്ക് വിഷമാണ്, വേദനയാണ്. ബാങ്ക് ബാലൻസ് ഇങ്ങനെ കാലിയാകുമ്പോൾ നെഞ്ചിടിപ്പാണ്. എന്നാലേ അള്ളാഹു നമുക്ക് കണക്കാക്കിയ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നൊരു വർഷം ഇറങ്ങിപ്പോകുമ്പോൾ, കൊഴിഞ്ഞു പോകുമ്പോൾ സങ്കടപ്പെടല്ലേ നമ്മൾ വേണ്ടത്? ഖബറിലേക്കും മരണത്തിലേക്കും അടുത്ത് വരികയാണ്. ഒരു വർഷം കൂടി അടുത്തു എന്ന് ചിന്തിക്കണ്ടേ? ആ സമയത്ത് കേക്ക് മുറിച്ചും മദ്യപിച്ചും സംഗീത കച്ചേരികൾ നടത്തിയും മാർമാദിക്കുന്ന മനുഷ്യൻ എത്രമേൽ വിഡ്ഢിയാണ്. ജനങ്ങളെല്ലാം നോക്കുന്ന ഇടം നമ്മുടെ ശരീരമാണ്. അത് ഭംഗിയാക്കി നമ്മൾ നടക്കുകയാണ്. നല്ല വാച്ച്, നല്ല മൊബൈൽ, നല്ല വസ്ത്രം, മുടിയും താടിയൊക്കെ ഭംഗിയാക്കി ചൊറുക്കൂട്ടി മുഖത്തൊക്കെ പൊട്ടിയിട്ട് ആണും പെണ്ണും സുന്ദരിയായി സുന്ദരനായി നടക്കുകയാണ്. അള്ളാഹു നോക്കുന്ന കൽബല്ലേ? അവിടെ നമ്മൾ നന്നാക്കിയോ? കൽബിൽ അള്ളാഹു നിറഞ്ഞു നിൽക്കണ്ടേ? അത് നമ്മൾ ശരിയാക്കിയോ? ഇമാം ഖസാലി അവിടുത്തെ അയ്യുഹൽ വലദി എന്ന ചെറു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മയ്യത്ത് കട്ടിലേക്ക് വെച്ച് ഖബർക്ക് ഇറക്കി വെക്കപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ 40 ചോദ്യം ആ മയ്യത്തിനോട് അള്ളാഹു ചോദിക്കുന്ന. മിൻ സാഅത്തി അൻ യൂളഅ അൽ മയ്യിത്തു അലൽ ജനാസത്തി ഇലാ അൻ യൂളഅ അലാ ഷഫീരിൽ ഖബരി. നമ്മൾ മയ്യത്ത് സ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയേക്ക് മയ്യത്ത് കൊണ്ടുപോലേ, മയ്യത്ത് കെട്ടിൽ പെരന്റെ മുറ്റത്ത് വെച്ചിട്ട് എല്ലാവരും കണ്ണീരോടെ മയ്യത്ത് കെട്ടിലേക്ക് ഇറക്കി വെക്കും. മയ്യത്ത് കെട്ടിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കപ്പെട്ട ആൾക്കാർ ചുമരിലേറ്റ് പള്ളിക്കാട്ട് കൊണ്ടുവന്ന് പള്ളിക്കാട്ടിൽ ഖബറിന്റെ ആ വക്കത്ത് അവിടെ വെക്കുമ്പോഴേക്ക് തന്നെ അള്ള 40 ചോദ്യം ചോദിച്ചിരിക്കും. ഖബർക്ക് ഇറക്കിയാൽ പിന്നെ വേറെ ചോദ്യങ്ങൾ, മൻ റബ്ബുക മൻ നബിയുക. അതിന് മുമ്പ് തന്നെ ചോദിക്കണ 40 ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം എന്താ അറിയോ? ഇമാം ഖസാലി തങ്ങൾ രേഖപ്പെടുത്താൻ, ഒന്നാമത്തെ ചോദ്യം, അബദി, മനുഷ്യ, എൻ്റെ അടിമേ, ത്വഹർത്ത മന്ദർ അൽ ഹൽക്കി സിനീന, ഇത്രയും വർഷങ്ങളോളം ജനങ്ങൾ നോക്കുന്ന ഇടമായ നിന്റെ ഭൗതികമായ സ്ഥലങ്ങൾ, നിന്റെ പുറം നീ ഭംഗിയാക്കിയില്ലേ? ജനങ്ങൾക്ക് നോക്കുന്ന പുറത്തേക്കല്ല, എൻ്റെ മുഖത്തേക്കും ശരീരത്തിലേക്കും. അത് നീ ശുദ്ധീകരിച്ചു, അത് ഭംഗിയാക്കി, നീ അത് സുന്ദരനാക്കി സുന്ദരിയാക്കി നീ നടന്നുലേ? അമാ ത്വഹർത്ത മന്ദരി, ഞാൻ നോക്കുന്നിടം നിന്റെ ഹൃദയാണ്. സായത്തിന് ഒരു സമയവും അത് നീ വൃത്തിയാക്കിയില്ല. അത് കിബറും ഹസദും പോരും പകയും വിദ്വേഷവും, കുടുംബക്കാരോടുള്ള ദേഷ്യം, അയൽവാസികളോടുള്ള വെറുപ്പ്, ഒരാൾക്കൊന്നും കിട്ടിക്കൂടാ, സമ്പത്തുണ്ടായിക്കൂടെ, അസൂയ, പക, ഇതായിട്ട് നടന്നില്ലേ? എന്നെ നീ ഹൃദയത്തിൽ വെച്ചോ? എന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും സ്മരണകളൊന്നും കൽബിലില്ല, പുറത്ത് വലിയ ആളായി നീ നടന്നില്ലേ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല ചോദിക്കാൻ, മാ തസ്നഉ ലി ഖൈരി വഅൻത മഹഫൂഫുൻ ബി ഖൈരി, ഞാൻ നൽകിയ ഗുണങ്ങളും നന്മകളും അത് നിന്നെ ഞാൻ പൊതിഞ്ഞു, എൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്നെ പൊതിഞ്ഞു. പക്ഷേ നീ എന്നെ കാണാനും എന്നെ കേൾക്കാനും തയ്യാറായില്ലല്ലോ. അമാ അൻ തസം ലാ തസ്മു, കേൾക്കാത്ത ചെവിട് പൊട്ടനായി നീ മാറിയല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സമയങ്ങളൊക്കെ അള്ളാഹിനെ പറ്റി കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ? നമുക്ക് അള്ളാഹുവിനെ പറ്റി ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? സമയങ്ങൾ ഓരോന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2024 തീർന്നു, 25 ഓരോ സമയവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓരോ സമയങ്ങളും അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ജനങ്ങൾ നോക്കുന്ന ഇടമായ ശരീരം ചീഞ്ഞു നാറി ദുർഗന്ധമമിച്ച് പൊട്ടിപ്പോകാനുള്ളതാണ്. അതുകൊണ്ടല്ലേ മണക്കാതിരിക്കാനും നായ്ക്കൾ കടിച്ചു കീറാതിരിക്കാനും ശരിക്കും നമ്മളെ ഖബറടക്കണമെന്ന് പറയുന്നത്? അത്രയേ ഉള്ളൂ. എന്നാൽ ആ ശരീരത്തിന്റെ പിന്നാലെയാണല്ലോ നമ്മളൊക്കെ. ആ ശരീരത്തെ താമസിപ്പിക്കാനുള്ള കൊട്ടാരവും അതിന് സഞ്ചരിക്കാനുള്ള വണ്ടിയും അതുമ്മൽ മാത്രമായി നമ്മുടെ ശ്രദ്ധ മാറുമ്പോൾ ഹൃദയത്തെ ശുദ്ധിയാക്കാനും എന്നേക്കും അവശേഷിക്കുന്ന നമ്മുടെ ആത്മാവിനെ കറകളഞ്ഞ് വൃത്തിയാക്കാനുള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത വർഷം നന്മകളുടെയും സന്തോഷത്തിനെയും വർഷമാക്കി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ന്യൂ ഇയർ ആഘോഷ തിമിർപ്പിൽപ്പെട്ട് റബ്ബിനെ മറക്കുന്നവരായി നമ്മൾ മാറരുത്. അള്ളാഹു നമ്മെ അവന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.